അതാണ് അമ്മ അതിന്റെ കാര്യം. നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല. പഠിച്ചല്ലേ പാടുള്ളൂ. ചായ. ഡോക്ടർ KS മേനോന്റെ മോളാ. ആരെ? ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു? മോൻ മനസ്സിൽ കാണുന്നൊക്കെ എക്സ്റേ എടുക്കുമ്പോഴല്ലേ എടുക്കുന്നത്? അമ്മയടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഞാനെന്ത് അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ? ഈശോനാണ് അയ്യപ്പനോട് സത്യം ഞാനൊന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞതാ. ഇതാണ് പറഞ്ഞു രാത്രിയായാലും ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത ആളിന്റെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ? പിന്നെ ആകെ നാണക്കേടായി. ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇനി എപ്പോഴാ കല്യാണം? ആരുടെ? എന്റെ മോനെ കാള വാല് വെക്കുന്ന കണ്ടാൽ അറിയില്ലേ? രാഘവേട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, അമ്മയില്ല പരസ്പരം അറിയുക, പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മതിയെന്നേ. പക്ഷെ അതിനു മുമ്പ് ആദ്യ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന്. ഞാനിവിടെ അട്ടി വെച്ചു. അയ്യോ അമ്മേ, ഞാൻ എത്ര ദൂരത്തുനിന്ന് വരുമെന്നറിയോ? ദൂരദർശൻ കേന്ദ്രത്തിന്റെ അവിടുന്ന് ഓട്ടോ കയറി, ബസ് കയറി, ഇതെവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ, അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യേ, അത് കഴുതി കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, മെല്ലെ ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പരിപാടി. അയ്യ, അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി. അങ്ങോട്ട് ചെല്ല്. പോട്ടെ, ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യം? ധൈര്യമായിട്ട് ചെല്ല്, ധൈര്യമായിട്ട്. ഞാൻ അനുഭവിച്ചോളൂ. ചെല്ല്. ഒരു ഐസ്ക്രീം. ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സാർ. ഏതാ വേണ്ടേ? മിസ് രാധികയല്ലേ? ഈ ടിവിയിലൊക്കെ അതെ. അല്ല സാർ, എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഡോക്ടർ KS മേനോന്റെ മകളല്ലേ? അതെ. അച്ഛനറിയോ? കൊള്ളാം. ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലേ? ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. യുവർ ഓണർ, പൂമംഗലം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ KS മേനോന്റെ മകൾ രാധികയെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണമുണ്ട്. അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ നമുക്ക് തോന്നില്ലേ, ചില രൂപവും ഭാവവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, അത്ര മതി, അത് മതി. കോടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം. ആട്ടെ, വാദം തുടരട്ടെ. രാത്രികാലങ്ങളിൽ 3, 4, മാക്സിമം ഒരു 5 സ്മോള് വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെ എന്താണ് ഒരു കുറവാണ്? മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ടത് ശരിയാണോ? ശരിയാണ്. പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്.
അപ്പൊ ഇത് ഭാവിയിൽ ഒരു അസുഖമായി മതി 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 വിസ്താരം മതി. ഇനി വിധി പ്രസ്താവിച്ചാട്ട്. ആ. കുമാരി രാധികയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും എന്തോന്ന് അപ്പൊ പറഞ്ഞില്ലേ, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മയ്ക്ക് തന്റെ മകനിൽ എത്രയും പെട്ടെന്നൊരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാഗ്രഹമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവി ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാനോ നോ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തട്ടാൻ വരട്ട് തട്ടാൻ ഒരുപക്ഷ പ്രതിയുടെ തള്ള, അയ്യോ അതായത് അമ്മ, ഈ അമ്മ അമ്മ എതിർത്താലോ? ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് നീ തീർച്ചയായിട്ടും ഞാൻ പൊട്ടിക്കും. ആഹാ, നീയാണ് എന്റെ കണ്ണാടി ചീത്തയാക്കുന്നല്ലേ? അയ്യോ, എന്താ സാറ് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല ഇല്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? നോ താങ്ക്സ്. എന്റെ പേര് ശ്യാം പ്രകാശ്. ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ്. പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ്. സി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ. എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ്. ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ്. വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, 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 ഐ ലവ് യു. ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അനനെയ്യും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനസനി സഗ സഗമഗമപമപനി പനസനി സഗ സ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. നിസഗമ സഗമപ ഗമപനി മപനി സ നിസഗ സ നിസ സമഗമ സഗ സ നിസ നിസ പനി പ ഗമപനി പനി
നി ഗ സ മ ഗ പ മ മ പ നി പ നി സ നി സ ഗ സ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അലനെയ്യും നദി തന്റെ ഹൃദയം പുളകം ചൊരിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനി നീർമഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ അങ്ങോട്ട് ചെല്ല്. രാഘവേട്ടൻ കൂടെ വാ. അയ്യേ രാഘവേറ്റാണ് കൊഞ്ചു കളിക്കും. അങ്ങോട്ട് ചെല്ലുന്നില്ല. തള്ളല്. മോളെ ഇതാണ് എന്റെ മോൻ ശ്യാം. ആ. വാ അമ്മേ ചായ എടുത്തിട്ട് വരാം. ഈ സാറിന് സംഗീതം എന്ന് പറഞ്ഞ രാഘവേട്ടാ ആ? പുറത്താരോ വന്നിട്ടുണ്ട്. ആരില്ലെന്ന്. അല്ല ഈ ഗേറ്റിന്റെ അടുത്ത് ഗേറ്റ് ഗേറ്റിന്റെ അടുത്ത് ആ. ഓ ഗേറ്റിന്റെ അടുത്ത് ആരോ. ഈ ചാൻസ് നോക്കല്ലേ. രാധിക ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഗീത എന്റെ കൂട്ടുകാരിയാ. Really? ആ. ഇനി ടിവിയിലെ പ്രോഗ്രാം എന്നാണ്? എന്തിനാ? ദൂരദർശൻ കേന്ദ്രക്കാരെ വിളിക്കാനാണോ? ഛേ, ഈ അമ്മയുടെ കാര്യം എല്ലാം പറഞ്ഞോ? വീട്ടിൽ വെച്ച് കോടതി കൂടി എനിക്ക് വേണ്ടി വാദിച്ചതുൾപ്പെടെ എല്ലാം. അയ്യേ. പിന്നെ എന്നെ എന്നാ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? എന്നാ ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നു. എന്നാ വരുന്നെന്ന് പറഞ്ഞോളൂ. വീട് എനിക്കറിയില്ലല്ലോ. ഗിരിനീറിൽ വന്നിട്ട് എനിക്കിങ്ങോട്ട് വരാമോ? പിന്നെന്താ? എന്നോടൊരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പബ്ലിക് റോഡിൽ വെച്ചുള്ള ഈ റൊമാൻസ് ഒക്കെ ഒഴിവാക്കായിരുന്നു. എന്താ ഒന്നുമില്ല. എന്താ മോളെ? ഒന്നുമില്ല. ഗീതേ നമുക്കിറങ്ങാം, സമയം കുറേ. രാഘവ ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് വേണ്ട വേണ്ട, ഞങ്ങൾ രാഘവേട്ടനെ കൂട്ടി പോയിക്കോളാം. വാ മോളെ. ഇയാളൊരു ചുക്കും പറയണ്ട. തനിക്ക് ആരുമാ ലൈസൻസ് തന്നു? അത് ശരി. കൊണ്ടിടിച്ചിട്ട് ചിരിക്കണ. ഓ റോങ് സൈഡിൽ വന്ന് കാറിൽ ഇടിച്ചതും പോരാ. പ്രകാശ് സാർ വരുന്നു. നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് സാർ അറിയണ്ട. ഞാൻ പോയി പുള്ളിക്കാരനെ ഹാൻഡിൽ ചെയ്തിട്ട് വരാം. സ്കൂട്ടർ പഠിച്ചോണ്ടിരിക്കാനെന്നുള്ള വിവരമൊന്നും പറയണ്ട. അയ്യോ വണ്ടി ഒന്നും എടുക്കാൻ നോക്കണ്ട. പോലീസ് വരട്ടെ. ഒരു തീരുമാനം ആവട്ടെ, എന്നിട്ട് എടുത്താൽ മതി. എന്തുവാടേ പ്രശ്നം? സാർ സ്കൂട്ടർ ഒന്ന് തട്ടി. ഓ അത് ശരി. നമ്പരില്ല. റോങ് സൈഡിൽ കൊണ്ടുവന്ന് എന്നെ കാറിൽ ഇടിച്ചു. ഞാൻ കേസ് കൊടുക്കുന്നത് പേടിച്ചായിരിക്കും ഇങ്ങോട്ട് ഉടക്കാൻ വരുന്നത്. നിങ്ങളുടെ പേര് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ സാർ, ഞങ്ങൾ മര്യാദയ്ക്ക് വരികയായിരുന്നു. ആ. അയാളാണ് കൊണ്ട് തട്ടിയത്. ഞങ്ങൾ കളഞ്ഞിട്ട് പോകാന്ന് കരുതി. പിന്നെ അയാൾ തട്ടിക്കറി. ഞങ്ങൾ അഡ്വക്കേറ്റ് ശ്യാംപ്രകാശിന്റെ ജൂനിയേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോ ഏത് ശ്യാംപ്രകാശ്, അവന്റെ തന്ത വന്നാലും എന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് അയാൾ പറഞ്ഞു. ആഹാ, ആരായാള്? ആളാരാണ് ഞങ്ങൾക്ക് അറിയില്ല. നീ വാ, നമുക്ക് ചോദിക്കാം. പോയ പെയിന്റിന്റെ കാശ് വാങ്ങിച്ചെന്ന്. നീ വാ. എന്താ പ്രശ്നം? നിങ്ങളാരാ? എന്റെ പേര് ശ്യാം പ്രകാശ്, അഡ്വക്കേറ്റ്. ആക്ച്വലി സോപ്പൊന്നും ഇടണ്ട. ട്രാഫിക് വളരെ കൂടിയ ഒരു സ്ഥലമാണിത്. നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ആയിട്ട് ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്ത് സ്ഥലം കാലിയാക്കി. കണ്ടില്ലേ എന്റെ ആരുടെ ഭാഗത്താണെന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ആളിത്തിരി പ്രശ്ന. ഓ അത് ശരി. അതെ, ആൾക്കാരുടെ മുമ്പിൽ ചൊല്ലിയാൽ ഊരരുത്. നിങ്ങൾ മര്യാദയ്ക്ക് അവർക്ക് കാശ് കൊടുക്കുന്നോ? കാശ് കൊടുക്കുന്നില്ല. ഓഹോ, എങ്കിൽ പിന്നെ കോടതി വെച്ച് കാണാം. ഓ ശരി. ശരി. നിങ്ങളെ ഞാൻ എന്റെ കാലിൽ വീഴ്ചില്ലെങ്കിൽ എന്റെ പേര് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ് എന്നല്ല. ശ്യാം സാർ, ചുമ്മാ നീ വണ്ടി എടുക്ക. വണ്ടി നമ്പർ നോട്ടി. എനിക്കറിയാം. വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാം. വരൂ. ഡോക്ടർ സാറുണ്ടോ? ഉണ്ട്, കുളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. വരുന്നേ. ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു? മോൾക്ക് പനിയോ ജലദോഷമോ ഒക്കെ വന്നാ ഇവിടെ തന്നെ ചികിത്സിക്കാമല്ലോ. ഓ, വലിയ തമാശയെന്നായിരിക്കും വിചാരം. അല്ല, ഞാൻ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ട്. ഈ കന്നുകാലികളുടെ കുളമ്പ് രോഗത്തെ തുടങ്ങി സങ്കര ഇനം പശുക്കളിലെത്തി അവസാനം രാധികയുടെ കേസ് പ്രസന്റ് ചെയ്യാം. എന്താ?
അതൊക്കെ സാറിന്റെ സൗകര്യം പോലെ. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അതാ മിടുക്ക്. അതൊക്കെ ഞാൻ ഏറ്റു. കൊലമരത്തിൽ നിന്ന് വരെ ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള ആളോടാ. ആരാ മോളെ വന്നിരിക്കുന്നത്? അയ്യോ, അയ്യോ. അച്ഛൻ ഒന്നും തോന്നുന്നു. അതെ, നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. ഒരു കല്യാണ ആലോചനയായിട്ട് പ്രസന്റ് ചെയ്യാവൂ. അതൊക്കെ ഞാൻ ഏറ്റു. വിളി വിളി. ആരാ? എന്തു വേണം? ഓഹോ, താനാണോ? വീട്ടിലൊന്ന് വെല്ലുവിളിക്കാൻ വന്നാണോ? അയ്യോ, അല്ല സാർ, അത് പിന്നെ നിങ്ങളെ പോലെ ചെറുപ്പക്കാരിൽ നിന്നും അല്പം കൂടെ ഡീസൻസി ഞാൻ പ്രതീക്ഷിച്ചു. അല്ല സാർ, സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് മാപ്പി ചോദിക്കാൻ വന്നതാണ്. എന്താ ഇത്? ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് സാറിന് പിന്നീട് മനസ്സിലാവും. അല്ല സാർ, തെറ്റെന്റെ ജൂനിയേഴ്സിന്റെ ഭാഗത്തായിരുന്നു എന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. സി, ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. കാള പറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി. ഇതിനു മുമ്പും പല അബദ്ധങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സത്യം പറയാലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാലോ എന്നൂടെ കരുതിയ. സാർ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. എങ്കിലേ എന്റെ ആത്മാവിന്, സോറി, എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. ഓക്കെ, ഞാൻ ക്ഷമിച്ചു. പോരെ? എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ആവട്ടെ. പോട്ടെ. ശരി. എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നേ കുടിക്കാൻ. ഓ, അതിനെന്താ മോളെ, ചായ കാപ്പി കൊണ്ടുവരൂ. മകളായിരിക്കും അല്ലേ? എന്താ? അല്ല, ഒന്നുമില്ല. ചായ കുടിക്ക്. അച്ഛന് വേണ്ട. സാർ ഒരു മൃഗ ഡോക്ടറാണല്ലേ? എങ്ങനെ അറിയാം? അല്ല, എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. അല്ല, ഞാൻ മൃഗാശുപത്രി വെച്ച് സാറിനെ ഒരിക്കൽ കണ്ടു, അങ്ങനെ മനസ്സിലായി. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ പറയൂ. സാർ അതിനെ നോ എന്ന് പറയരുത്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നമാണ്. സി, ഈ നാട്ടിൽ ഏറ്റവും പ്രാക്ടീസ് ഉള്ള ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ. സാർ എനിക്ക് സാറിന് നോ എന്ന് പറയരുത്. സാറിന്റെ ഒരു അൽസേഷൻ പട്ടിക്കുട്ടി തരണം. അതിലൂടെ പട്ടികളെ ഇല്ലല്ലോ. പട്ടിയില്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിന്നേ. ശ്യാമിന്റെ അമ്മ ഇന്നലെ രാവിലെ ഇവിടെ വന്നിരുന്നു. നിങ്ങളുടെ വിവാഹം അടുത്ത മാസം നടത്താൻ തീരുമാനിച്ച ഞങ്ങൾ വിരിഞ്ഞത്. സാർ, ആഹാ, സകുടുംബം ഉണ്ടല്ലോ. ട്രേഡ് യൂണിയൻ വിങ്ങിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. മന്ത്രിസ്ഥാനം പോയാലും ജീവിക്കണമല്ലോ. ഭരണമൊക്കെ എങ്ങനെ നടക്കുന്നു? ഏയ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ മുഖ്യന്റെ പാർട്ടിക്കാർക്ക് വലിയ സംശയമാ. എന്നാണ് വീണ്ടും ലയനമെന്നും പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാന്ന് അവര് പറയുന്നത്. അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ശരി, ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരുടെ ലിസ്റ്റ് വരുമ്പോ സാറിന്റെ പേര് അതിലുണ്ടാവും. അല്ല, അതിനും വേണ്ട ഒരു യോഗം. നിങ്ങൾ വരുന്ന കാശ് കൊണ്ടല്ലോടോ ഞാൻ ഈ രാഷ്ട്രീയ കളികൾ കളിക്കുന്നേ. ആ, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. SP രാജശേഖരനെ സ്ഥലം മാറ്റത്തിന്റെ കാര്യം അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അളിയൻ പറയളിയാ. ഒരു നിമിഷം. മോഹന്റെ കല്യാണക്കാര്യം. മോളുടെ പരീക്ഷ ഈ മാസത്തിൽ കഴിയും. പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് നിശ്ചയിച്ചാ പോരെ. ഇതൊരു വെറും കല്യാണക്കാര്യം മാത്രമല്ല, നമ്മുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഒന്നും എന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മുടെ പുരോഗതി നമ്മൾ ഷെയർ ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും. ഓക്കേ.